ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ എല്ലാവർക്കും ഹെൽപ്ഫുൾ ആകുന്ന ഒരു ടിപ്പാണ് കേട്ടോ പറഞ്ഞു തരുന്നത്. നമ്മളിപ്പോൾ ഒട്ടുമിക്ക ആൾക്കാരും സാരിയൊക്കെ വാങ്ങുന്നവരാണ് അല്ലേ. നമ്മൾ സാരി വാങ്ങുമ്പോൾ നല്ല റേറ്റ് കൊടുത്തിട്ടും ചെറിയ റേറ്റിലൊക്കെ സാരി വാങ്ങാറുണ്ട്. അതിപ്പോൾ ഏത് റേറ്റ് കൊടുത്തിട്ട് വാങ്ങിയാലും ചിലർക്ക് തടിയുള്ളവർക്ക് ചിലപ്പോൾ സാരിയുടെ നീളം മതിയാവാറില്ല. ചിലപ്പോൾ തടി മെലിഞ്ഞവർക്കാണെങ്കിൽ പോലും നമ്മൾ ബ്ലൗസ് പീസൊക്കെ കട്ട് ചെയ്ത് കഴിയുമ്പോൾ സാരിയുടെ നീളം മതിയാവാറില്ല ചിലപ്പോൾ ഉടുക്കാനായിട്ട്. അപ്പോൾ അതിനുള്ള ഒരു ടിപ്പാണ് കേട്ടോ പറഞ്ഞു തരുന്നത്. സാരിയുടെ നീളം കുറവാണെങ്കിൽ നമുക്ക് ഫ്രണ്ടിൽ ഞൊറി ഒരു 3-4 ഞൊറിയേ കിട്ടുള്ളൂ. അപ്പോൾ കാണാനായിട്ട് അധികം ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് നല്ല കംഫർട്ടബിൾ ആയിട്ട് ഉടുക്കാനും ഫ്രണ്ടിൽ ഒരു 5-6 ഞൊറി കിട്ടാനും ഉള്ള ഒരു ഐഡിയ ഞാൻ പറഞ്ഞു തരാം. സ്റ്റിച്ചിങ് അറിയുന്നവർക്ക് ചിലപ്പോൾ ഇതൊക്കെ അറിയുന്നുണ്ടാവാം, ഈ ഒരു ടിപ്സ് ഒക്കെ അറിയുന്നുണ്ടാവാം. ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. അപ്പോൾ നിങ്ങൾ ബിഗിനേഴ്സൊക്കെ ആണെങ്കിൽ വീഡിയോ ഫുള്ളായിട്ട് കാണുക. കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഞാനിവിടെ ഒരു സാരി എടുത്തിട്ടുണ്ട്. ഇതിൽ നല്ല നീളം ഉണ്ടായിരുന്നു കേട്ടോ. ഇതിൻ്റെ ബ്ലൗസ് ചെറുതായി, ആദ്യം സ്റ്റിച്ച് ചെയ്ത ബ്ലൗസ് ചെറുതായി. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ പ്ലെയിൻ ആയിട്ടുള്ള തുണി ഉണ്ടായിരുന്നു. ബ്ലൗസിന് വേണ്ടിയിട്ട് അത് കട്ട് ചെയ്തെടുത്തു. അപ്പോൾ സാരിയുടെ നീളം കുറഞ്ഞു. അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇതിന് വേറെ ഒരു പീസ് ഉൾ സൈഡിൽ വേറൊരു പീസ് സെയിം കളറിൽ വെച്ച് കൊടുക്കാൻ പോവാണ്. അപ്പോൾ അത് നമുക്ക് ഒരുപാടൊന്നും വേണ്ട, ഒരു 2-3 ഞൊറി അധികം കിട്ടുന്ന രീതിയിലായിട്ട് ഉൾ സൈഡിൽ ഒരു എക്സ്ട്രാ പീസ് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഉടുക്കാനായിട്ട് നല്ല കംഫർട്ടബിൾ ഉണ്ടാവും, പുറമേക്ക് അത് കാണുകയില്ല, ഞൊറിയും അത്യാവശ്യം കിട്ടും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഏകദേശം മേച്ചായിട്ടുള്ള ഒരു തുണി എടുത്തിട്ടുണ്ട്. ഇത് ക്രേപ്പ് മെറ്റീരിയലാണ്, ഇത് ഷിഫോണാണ്. ഉൾവശത്തേക്ക് നമുക്ക് ഏത് തുണി വേണമെങ്കിലും വെച്ച് കൊടുക്കാം, ഏതാണെങ്കിലും കുഴപ്പമില്ല. ഏകദേശം സെയിം കളർ ആയിരിക്കണം എന്നേ ഉള്ളൂ. അപ്പോൾ ഞാനിത് ഈ ഒരു പീസ് ഇതിൻ്റെ അകത്തേക്ക് ഒരു 1/4 മീറ്ററിൻ്റെ അടുത്താണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ വെച്ച് കൊടുക്കുന്നതിന് മുൻപായിട്ട് നമുക്ക് ഇതിൻ്റെ നീളം കറക്റ്റായിട്ട് മതിയാവുമോ എന്ന് ഇതുപോലെ ഒന്ന് വെച്ച് നോക്കാം. മതിയാവില്ല എന്നുണ്ടെങ്കിൽ നമുക്കവിടെ എക്സ്ട്രാ പീസ് സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിച്ചിട്ട് ഇതിലേക്ക് പിടിപ്പിക്കേണ്ടി വരും. ഇത്രയേ നമുക്ക് കിട്ടുന്നുള്ളൂ കേട്ടോ. ഇത് ഇത്രയേ ഉള്ളൂ. ഇത്ര നമുക്ക് വേറൊരു പീസ് ഇതിൽ നിന്നും കട്ട് ചെയ്തിട്ട് വെച്ച് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഈ ഒരു സാരി അങ്ങോട്ട് വെച്ചിട്ട് ഇതിൽ നിന്നും നമുക്ക് എത്ര ഇഞ്ചിലാണ് വീതിയിലാണ് ഈ ഒരു പീസ് വേണ്ടതെന്ന് നമുക്ക് അളന്നിട്ട് കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ സെൻറ്റിമീറ്ററിലാണ് കേട്ടോ എടുക്കുന്നത്. ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് നമുക്കൊരു 35 സെൻറ്റിമീറ്റർ നമുക്കവിടെ സ്റ്റിച്ച് ചെയ്യാനും വേണം. ഈ ഒരു സൈഡ് ഇതിലേക്ക് ജോയിൻ ചെയ്യും, സാരിയിലേക്ക് ജോയിൻ ചെയ്യാൻ വേണം, ഒരു സൈഡ് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യാൻ വേണം. അതുകൊണ്ട് ഞാനൊരു 35 സെൻറ്റിമീറ്റർ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്യുകയാണ്, എക്സ്ട്രാ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്ത് എടുക്കാം കേട്ടോ. സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ വേണം കട്ട് ചെയ്ത് എടുക്കാനായിട്ട്. ഒരു സൈഡ് ഓൾറെഡി സ്ട്രെയിറ്റ് ആയിട്ടാണ് ഉള്ളത്, മറ്റേ സൈഡ് നമുക്കിതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ കട്ട് ചെയ്ത് എടുക്കണം. അപ്പോൾ ഇതുപോലെ ഞാൻ ഒരു പീസ് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് കുറവാണ്, ഇതിൻ്റെ വീതി കുറച്ച് കുറവാണ്. അപ്പോൾ ഇതിൽ ഒരു പീസ് ഇവിടെ ഒന്ന് ചേർത്ത് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്കിത് ഈ ഒരു പീസിൽ നിന്ന് തന്നെ സെയിം നീളത്തിലായിട്ടൊന്ന് കട്ട് ചെയ്ത് എടുക്കാം. അപ്പോൾ ഇതുപോലെ വെച്ചതിന് ശേഷം ഞാനൊരു 8 ഇഞ്ചിൽ കട്ട് ചെയ്ത് എടുക്കുവാണ് കേട്ടോ. കുറച്ച് കൂടുതലാണെങ്കിലും കുഴപ്പമില്ല, കുറഞ്ഞു പോയാൽ പിന്നെ നമുക്ക് വീണ്ടും ഒരു പീസ് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കേണ്ടി വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ആദ്യം തന്നെ നമ്മൾ മെഷർമെൻറ്റ് എടുക്കുമ്പോൾ അതൊന്ന് എത്ര ഇഞ്ച് ആണ് വേണ്ടതെന്ന് എടുക്കണം കേട്ടോ. അപ്പോൾ എനിക്ക് വിട്ടുപോയതാണ് എടുക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾ എടുക്കുക, എന്നിട്ട് നമുക്ക് തയ്യൽ തുമ്പ് ഒക്കെ കൂട്ടിയിട്ട് ഇതുപോലെ ഒന്ന് ഈ സെയിം വീതിയിൽ ഒന്ന് കട്ട് ചെയ്ത് എടുത്താൽ മതി.
ഇതാ. അപ്പോൾ ഞാൻ ഇതുപോലെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് സ്റ്റിച്ച് ചെയ്യണം. അപ്പോൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ആദ്യം ഈ ഒരു പീസും ഈ ഒരു വലിയ പീസും തമ്മിലൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കണം. നല്ല വൃത്തിക്ക് ജോയിൻ ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ഈ ഒരു സൈഡ് നമ്മൾ സാധാരണ സാരിയുടെ സൈഡ് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യുന്ന പോലെ 1/4 പ്ലസ് 1/4 ഒന്ന് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യുക. അതിനുശേഷം വേണം സാരിയിലേക്ക് അറ്റാച്ച് ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ അതൊന്ന് കാണിച്ചു തരാം, നിങ്ങൾ കറക്റ്റായിട്ട് നോക്കാം. അപ്പോൾ ആദ്യം നമുക്കിതൊന്ന് ജോയിൻ ചെയ്യണം. അപ്പോൾ സെയിം കളർ നൂലിനെ എടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. നല്ല വശത്തേക്ക് നല്ല വശം ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. ഇതുപോലെ വെച്ചതിന് ശേഷം നമുക്ക് ജസ്റ്റ് നമ്മൾ ഇതുപോലെ വെച്ചിട്ട് ഒരു 1/2 ഇഞ്ച് വിട്ടിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഒന്ന് ജോയിൻ ചെയ്യുക. അതിന് ശേഷം നമ്മൾ ഇതുപോലെ കറക്റ്റായിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് ലോക്ക് ചെയ്യണം കേട്ടോ. ഇതിപ്പോൾ നൂല് പോകാത്ത സൈഡാണ്, അതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുന്നത്. നൂല് പോകുന്ന സൈഡാണെങ്കിൽ 1/4 ഇഞ്ച് പ്ലസ് 1/4 ഇഞ്ച് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുക്കണം. ഇതുപോലെ നല്ല നീറ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുക്കുക കേട്ടോ. അതിനുശേഷം ഞാൻ ആ ഒരു സൈഡ് സാരിയിലേക്ക് വെച്ചിട്ട് നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ 1/2 ഇഞ്ച് ആണ് എക്സ്ട്രാ ഉള്ളത്. നമ്മൾ കട്ട് ചെയ്ത് കറക്റ്റ് ആയിട്ടുണ്ട്. ആ 1/2 ഇഞ്ച് ഇവിടെ എക്സ്ട്രാ ഉള്ള 1/2 ഇഞ്ച് ഈ ഒരു സൈഡിൽ മടക്കണം കേട്ടോ. മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുക്കണം. അപ്പോൾ നല്ല വശവും ചീത്ത വശവും മാറിപ്പോവരുത്. ചീത്ത വശത്തേക്ക് തന്നെ മടക്കി കൊടുക്കുക. ഞാൻ ആദ്യം ഒരു 1/4 ഇഞ്ച് മടക്കുവാണ്. എന്നിട്ട് വീണ്ടും ഒരു 1/4 ഇഞ്ച് ഇങ്ങനെ മടക്കിയിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം. ഇതുപോലെ മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഇവിടെ കുറച്ചൊന്ന് എക്സ്ട്രാ വരുന്നുണ്ട്. ആ എക്സ്ട്രാ ഉള്ളത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കളയാം കേട്ടോ. അതിനുശേഷം ഇതുപോലെ കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം ഈ ഒരു സൈഡ് നമുക്ക് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം. ഞാനിവിടെ 1/4 ഇഞ്ച് പ്ലസ് 1/4 ഇഞ്ച് തന്നെയാണ് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്നത്. ലോക്കിട്ട് കൊടുക്കാം കേട്ടോ, അല്ലെങ്കിൽ നമുക്കവിടെ സ്റ്റിച്ച് പൊട്ടിപ്പോവും. അപ്പോൾ ഇതുപോലെ ലോക്കിട്ട് കൊടുത്തതിന് ശേഷം സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ സൈഡ് ഞാൻ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സാരി എടുക്കാം. സാരിയിൽ ഇത് നമ്മൾ അറ്റാച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഈ നൂല് പോകാത്ത സൈഡ് ഉണ്ടല്ലോ, ഇത് സാരിയുടെ താഴത്തേക്ക് വരണം കേട്ടോ. ആ രീതിയിൽ വേണം ഇതിൻ്റെ സൈഡൊക്കെ സ്റ്റിച്ച് ചെയ്ത് എടുക്കാനായിട്ട്. ഈ ഒരു കട്ടിങ് സാരിയുടെ മുകളിലേക്ക് വരണം. താഴത്തേക്ക് വന്നാൽ അത് അത്ര പെർഫെക്റ്റ് ആയിട്ട് നിൽക്കില്ല. അതുകൊണ്ട് ഇത് മുകളിലേക്ക് വരണം. ഇങ്ങനെ സാരിയുടെ നല്ല വശത്തേക്ക് ഈ ഒരു പീസിൻ്റെ നല്ല വശം ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. കറക്റ്റ് ആണോ എന്ന് ഒന്ന് കറക്റ്റായിട്ട് ഇങ്ങനെ താഴെ വരെ ഒന്ന് വെച്ച് നോക്കാം കേട്ടോ. അതിനുശേഷം മാത്രം നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. കറക്റ്റ് ആയിട്ട് തന്നെ ഉണ്ട്. അപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്യുമ്പോൾ താഴെ നിന്ന് മുകളിലേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടെങ്കിൽ മുകളിലെ ഏറ്റക്കുറച്ചിലുകൾ വരും, അത് സാരി ഉള്ളിലേക്ക് പോകും. അതുകൊണ്ട് കുഴപ്പമില്ല. ഇതുപോലെ കറക്റ്റായിട്ട് ഞാനിപ്പോൾ വെച്ചിട്ട് 1/2 ഇഞ്ച് വിട്ടിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഫുള്ളായിട്ട് ഇതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇവിടെ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ മുകളിലത്തെ സൈഡ് നമുക്ക് കറക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഏറ്റക്കുറച്ചിലുകളൊന്നും വന്നിട്ടില്ല. ലോക്കിട്ട് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിച്ച് കഴിയുമ്പോൾ ഇതുപോലെ നൂല് പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ഒന്നും കൂടി ഇതിനെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ആദ്യം ജസ്റ്റ് കുറച്ചൊന്ന് ഇതുപോലെ ഇങ്ങനെ മടക്കി കൊടുക്കുക. ഇതുപോലെ മടക്കിയതിന് ശേഷം ഇതുപോലെ പിടിക്കുക കേട്ടോ. ഇതുപോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ സാരി ഇതുപോലെ വെക്കുക.
അതിനുശേഷം ഇതുപോലെ കറക്റ്റായിട്ട് നോക്കുക, ഇതുപോലെ ഒന്ന് ഇങ്ങനെ മടക്കുക, എന്നിട്ട് കറക്റ്റായിട്ട് ഇതുപോലെ ഇങ്ങനെ വെക്കുക കേട്ടോ. അപ്പോൾ ഉള്ളിൽ തുണിയൊന്നും കുടുങ്ങി പോകരുത്. കറക്റ്റായിട്ട് ഇങ്ങനെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അവിടെ നിന്ന് ലോക്കിട്ട് കൊടുക്കുക കേട്ടോ. ഇപ്പോൾ നമ്മൾ ഇങ്ങനെ ഉള്ളിലേക്ക് ഇത് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. നല്ല നീറ്റായിട്ട് നമുക്കിത് കിട്ടും, നൂലൊന്നും പോവില്ല. ഇത് ഈ രീതിയിലായിട്ട് വേണം ഇത് മുഴുവനായിട്ടും സ്റ്റിച്ച് ചെയ്ത് എടുക്കാനായിട്ട്. ഫുള്ളായിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇത് നല്ല വശത്ത് ഇങ്ങനെയാണ് കേട്ടോ വരിക. കണ്ടോ, ഇതുപോലെ വരും. നമുക്ക് എവിടെയും നൂല് പോവില്ല കേട്ടോ. നമ്മൾ നല്ല രീതിയിൽ ലോക്ക് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വാങ്ങിയ സാരിയിൽ ഇതുപോലെ നിങ്ങൾക്ക് സാരിയുടെ നീളം കുറവാണെങ്കിൽ, തടിയുള്ളവർക്കൊക്കെ നീളം കുറവായിട്ട് വരുന്നുണ്ടെങ്കിൽ സെയിം കളർ ഒരു പീസ് വാങ്ങിയിട്ട് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണേ, ഷെയറും ചെയ്യാൻ മറക്കരുത്. ഇനിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.